ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 644 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യാക്കോബ് 1-ാം 20 തിരുവചനമാണ്. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ എല്ലാവർക്കും കോപമുണ്ട്. അതിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട് എന്ന് മാത്രം. ദൈവസ്നേഹത്തിന് നാം കീഴ്പ്പെടുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ കോപത്തെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കും. ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചപ്പോൾ, തൻ്റെ വഴിപാടിൽ പ്രസാദിക്കാതിരുന്നപ്പോൾ കയീന് വലിയ കോപമുണ്ടായി. അത് നീതിയില്ലാത്ത ചിന്തകളിലേക്ക് അവനെ നയിക്കുന്നുണ്ട്. സ്ത്രീകൾ വാദ്യഘോഷത്തോടുകൂടെ ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് പാടിയപ്പോൾ ശൗലിന് ദാവീദിനോട് അസൂയ തോന്നി. നമ്മുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും വിപരീതമായിട്ടുള്ളത് സംഭവിക്കുമ്പോഴാണ് നമുക്ക് കോപം ജ്വലിക്കുക. ചിലപ്പോഴെങ്കിലും നമ്മുടെ കോപം പലവിധ ദോഷങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അബിയാവിൻ്റെ മകൻ ആസ അവന് പകരമായിട്ട് രാജാവായപ്പോൾ ദേശത്തിന് 10 സംവത്സരം സ്വസ്ഥതയുണ്ടായി എന്ന് നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ആസ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് പ്രീതികരമായിട്ടുള്ളതും പ്രസാദകരമായിട്ടുള്ളതും ചെയ്തു എന്നുള്ളതാണ്. കർത്താവിൽ സ്നേഹമുള്ളവരെ, 37-ാം സങ്കീർത്തനം 8-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: കോപം കളഞ്ഞ് ക്രോധമുപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് കാരണമാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മളിൽ പ്രവർത്തിക്കേണ്ടത് ദൈവത്തിൻ്റെ നീതിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോപത്തെ വെടിയാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതി പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സ്വസ്ഥതയുണ്ടാകട്ടെ. സ്വസ്ഥത കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.